ഹേ ബ്രൈഡ്സ്, നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതായത് HD മേക്കപ്പിനേക്കാളും ബെറ്റർ ആണ് എയർ ബ്രഷ് മേക്കപ്പ് എന്നുള്ളത്. ആൻഡ് ഒട്ടുമിക്ക ബ്രൈഡ്സും ഇവ തമ്മിലുള്ള ഡിഫറൻസ് അറിയാതെയാണ് എയർ ബ്രഷിനായിട്ട് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതും. ഈ രണ്ട് ടൈപ്പ് മേക്കപ്പിനെ കുറിച്ചും ആൻഡ് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവുന്നതെന്നും നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ, എയർ ബ്രഷ് മേക്കപ്പ്. എയർ ബ്രഷ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ എയർ ബ്രഷ് മേക്കപ്പ് ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മേക്കപ്പ് ഫേസിൽ ചെയ്യുന്നത്. ആൻഡ് എല്ലാ ഫൗണ്ടേഷൻസും വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നോ, എല്ലാ ഫൗണ്ടേഷൻസും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വെച്ച് മാത്രമാണ് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് സെക്കൻഡ് വൺ, HD മേക്കപ്പ്. ഇത് ക്യാമറയ്ക്ക് മുന്നിൽ നല്ല സ്മൂത്ത് ആൻഡ് ഫിൽട്ടറി എഫക്റ്റ് തരുന്ന ഒരു ലുക്ക് ആയിരിക്കും HD മേക്കപ്പിൽ ഉണ്ടാവുക. ആൻഡ് മെയിൻലി നമ്മൾ സ്പഞ്ചസ് ആൻഡ് ബ്രഷസ് ഉപയോഗിച്ചിട്ടായിരിക്കും HD മേക്കപ്പ് ചെയ്യുന്നുണ്ടാവുക. ഇനി നിങ്ങൾക്ക് HD മേക്കപ്പ് ആണോ എയർ ബ്രഷ് മേക്കപ്പ് ആണോ സ്യൂട്ട് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആണ്. നിങ്ങളുടെ സ്കിൻ ഒത്തിരി ഡ്രൈ ആണ് ആൻഡ് ഡ്രൈ പാച്ചസ് ഒക്കെ സ്കിന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HD മേക്കപ്പ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് സ്കിന്നിൽ ഒരുപാട് ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ HD മേക്കപ്പ് തന്നെയായിരിക്കും നല്ലത്. നിങ്ങളൊരു ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് എയർ ബ്രഷ് മേക്കപ്പ്. ആൻഡ് നിങ്ങൾക്ക് സ്വെറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എയർ ബ്രഷ് മേക്കപ്പ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. HD മേക്കപ്പ് ആണോ എയർ ബ്രഷ് മേക്കപ്പ് ആണോ ബെറ്റർ എന്നുള്ളതല്ല, നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ നല്ലത് അത് വെച്ചിട്ട് വേണം നിങ്ങൾ മേക്കപ്പ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ബ്രൈഡ് ആകാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുപോലത്തെ ടിപ്സിനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.